ഹോസ്പിറ്റലിൽ വെച്ച് അരുൺ തോമസിനെ ലില്ലിക്കുട്ടി അമ്മച്ചി കാണുന്നു. ശ്രുതിയെ കാണണമെന്ന് വാശി പിടിക്കുന്ന ലില്ലിക്കുട്ടി അമ്മച്ചിയെ പറഞ്ഞു മനസ്സിലാക്കി അവിടെ നിന്ന് കൊണ്ടുപോകുന്ന സിറിൽ. കല്യാണം കഴിഞ്ഞ രാത്രിയിൽ ജയസുധയുടെ കൂടെ നിൽക്കാഞ്ഞത് തെറ്റായിപ്പോയി എന്ന് ശ്രുതി സുദീപിനോട് പറയുന്നു. അതിനെ ന്യായീകരിക്കുന്ന സുദീപ്. ചെക്ക് മാറാൻ വരുന്ന സുദീപിന്റെ പിന്നാലെ ബാങ്കിലേക്ക് വരുന്ന സിറിൽ. സുദീപ് ബാങ്കിൽ വന്ന കാര്യം ജയസുധയെ അറിയിച്ച് ഭീഷണിപ്പെടുത്തുമെന്ന് പറയുന്ന സിറിലിനെ താൻ എന്തെങ്കിലും ചെയ്യുമെന്ന് പറയുന്ന സുദീപ്. ഇനി തുടർന്ന് കാണുക. സിറിൽ പ്രോപ്പർട്ടി വാങ്ങിയതിന് ശേഷം ഞാൻ ആ പ്രോപ്പർട്ടി പ്രവീണിന് വേണ്ടി നോക്കിയത്. അതിനപ്പുറം ഇപ്പുറമുള്ള 2 പ്ലോട്ടുകളും മറ്റാരോ ബുക്ക് ചെയ്തു. ഞങ്ങൾക്ക് പിന്നെ വഴിയില്ല. എന്റെ പൊന്ന് ചേട്ടായി, അതല്ലേ ഞാൻ രാവിലെ തന്നെ ചേട്ടായി അന്വേഷിച്ച് വന്നത്. ഞാൻ കരുതിയത് പ്രോപ്പർട്ടി ചേട്ടായിക്ക് വേണ്ടിയാണെന്നാ. നമുക്കറിയില്ലായിരുന്നല്ലോ നിങ്ങൾ തമ്മിലുള്ള ഈ കണക്ഷനെ. വഴിയൊക്കെ ഞാൻ തരാന്നേ, അതിനൊന്നും ടെൻഷൻ അടിക്കണ്ട. അവനെ അച്ഛനുമായി ഉടക്കിയതിന് ശേഷം ഞാനുമായി നല്ല അടുപ്പത്തിലാ. എനിക്ക് അല്ലറ ചില്ലറ ഏർപ്പാടുകളൊക്കെ ഉണ്ട്. എനിക്ക് ആ കായലോര ടൂറിസത്തിലെ കുറെ കാലമായിട്ട് നോട്ടമുള്ള ഇപ്പൊ അതിനൊരു വഴി തുറന്നു കിട്ടി. ആണോ? ബാക്കിയൊക്കെ നമുക്ക് നോക്കാന്നേ. എന്നാ പരിപാടിയാണെങ്കിലും ഞാൻ ചേട്ടായുടെ കൂടെ ഉണ്ട്. ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ. നമുക്കിനി അങ്ങോട്ട് ഒന്നിച്ച് നിൽക്കാന്നേ. വേണമെങ്കിൽ നമുക്ക് സുദീപിനെ കൂടെ കൂട്ടാന്നേ. അത് കൊള്ളാം. അവൻ മിടുക്കനാ കേട്ടോ. അവൻ മിടുക്കനാ. അപ്പൂപ്പന്റെ കാലത്തെ കസേരയാ ഇത്. എല്ലാം പഴഞ്ചനായി. ഇത്ര കാലം ഇങ്ങനെ കിടന്നു. ചേട്ടന് അതും ഇതും പറഞ്ഞ് വെറുതെ എന്റെ ഏട്ടനെ മുഷിപ്പിക്കാൻ നിൽക്കണ്ട. നമ്മളായിട്ട് ആരെയും മുഷിപ്പിക്കുന്നില്ലേ? കസേരയും പഴകി, നമ്മളും പഴകി. ഈ സിറിലിനെ എവിടെ നിന്ന് കിട്ടി? സിറിൽ എന്റെ ഓഫീസിൽ വന്നായിരുന്നേ. അതെയോ? അല്ല, ഇവരിന്ന് രാവിലെ ഇങ്ങ് എത്തിയായിരുന്നു. അവിടെ കിടന്ന ഒരു തുള്ളി വെള്ളം കിട്ടണമെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ കടയിൽ പോണം. അവിടെ എല്ലാവരും വിരുന്നുകാരുടെ പ്രസവം എടുക്കാൻ പോയിരിക്കല്ലേ. എടി, നിന്റെ അച്ഛൻ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ലല്ലോ. ഇറക്കിയെങ്ങാനും വിടുവോ? അടി പോത്തെ. ഞാനൊരു പുതിയ മിഷനില്ല, ഒരു ബിസിനസ് ഡീൽ. ഞാൻ പറഞ്ഞില്ലേ, ഒരു അഡ്വക്കേറ്റ് യതീന്ദ്രനാഥ്, ഒരു അഡ്വക്കേറ്റ് ജയസുധര അമ്മാവൻ, അയാളുടെ വേറെ ബോട്ട്സൊക്കെ ഞാൻ പൊക്കിയതാ. അയാളെ ഞാൻ വളച്ചൊടിച്ചങ്ങ് കുപ്പിയിലാക്കി. ചിലതിൻ്റെയൊക്കെ അസ്ഥിവാരം തോണ്ടിയെടുത്ത പല നിധികളും കിട്ടുമെന്നാ പഴമക്കാർ പറയുന്നേ. ഈ പൊളിച്ചെടുക്കൽ അത്ര നിസ്സാരമല്ല. അതിനൊരു ബ്ലൂ പ്രിൻ്റ് വേണം. ആ ബ്ലൂ പ്രിൻ്റാണ് ഈ അഡ്വക്കേറ്റ് യതീന്ദ്രനാഥ്. വേറെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാടി. നീ വെച്ചോ. ഒരു കൺസ്ട്രക്ഷൻ കമ്പനി കായലോരത്ത്, ഒരു ആന്റിക് എംപോറിയം കം റിസോർട്ട്, പിന്നെ ഒരു IT സൊല്യൂഷൻ കമ്പനി. ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്ലാനിങ്. അതിനൊക്കെ കോടിക്കണക്കിന് രൂപ ചെലവ് വരില്ലേ ഏട്ടാ? അതുണ്ടല്ലോ നിന്റെ മോന്റെ കയ്യില്. നിങ്ങൾ കരുതുന്ന പോലെ ഇതൊന്നും പാർട്ട്ണർഷിപ്പിലല്ല. പിന്നെ എന്റെ മോന്റെ മാത്രമാണോ അതൊക്കെ? ഈ റിസോർട്ടും കമ്പനിയും എല്ലാം? പിന്നല്ലാതെ. നിങ്ങൾ ഇനി ഒരു ബിസിനസ് കുടുംബമായി തീരുവല്ലേ ആന്റി? അപ്പോ എനിക്ക് ഈ നാട്ടുകാരുടെ മുന്നിൽ ഒന്ന് ഞെളിഞ്ഞു നടക്കാലോ അല്ലേ? നിനക്ക് നടക്കാലോ. യോഗമുള്ള മക്കളുണ്ട്, ഇതൊക്കെ നടക്കും. പിന്നെ ഞാനിതിന്റെ വെറും ലീഗൽ കൺസൾട്ടന്റ് മാത്രാ. അവനുണ്ടാക്കുന്ന ഏത് സ്വത്തിന്റെയും അവകാശികൾ നിങ്ങളാ. നിങ്ങളെന്ന് വെച്ചാ അമ്മയായ നീയും അച്ഛനും അനിയത്തിയായ നിനക്കും തുല്യ അവകാശ. പിന്നെ നിന്റെ ഭർത്താവിനെ വേണമെങ്കിൽ നിന്റെ സ്വത്തിൽ നിനക്ക് നോമിനിയായിട്ട് വയ്ക്കാം. അതൊക്കെ നിന്റെ ഇഷ്ടം. പക്ഷേ ഇതിന്റെ ഒക്കെ പവർ ഓഫ് അറ്റോർണി എനിക്ക് പ്രവീൺ തന്നിട്ടുണ്ട്. പവർ ഓഫ് അറ്റോർണിയോ എന്ന് വെച്ചാൽ എന്താ? എന്ന് വെച്ചാലേ, മറ്റൊരാളുടെ പേരിലുള്ള സ്ഥാവര ജംഗമ വസ്തുക്കൾ നോക്കി നടത്തുന്നതിനും അത് കൊടുക്കൽ വാങ്ങൽ ചെയ്യുന്നതിനും അയാൾ രേഖാമൂലം കൊടുക്കുന്ന ഒരു അവകാശം. അത്രേ ഉള്ളൂ. ഈ ടൂറിസത്തിനൊക്കെ ഒരുപാട് സാധ്യതകളില്ലേ ഇപ്പോ? ഞങ്ങൾ ഒത്തിരി സ്പോട്ടുകളൊക്കെ നോക്കിയിട്ടുണ്ട്. ഇയാളുടെ ചേട്ടനാണെങ്കിലേ വയനാടും കാസർഗോഡും കണ്ണൂരും പത്തനംതിട്ടയും എന്നു വേണ്ട എല്ലായിടത്തും നാച്ചുറൽ ടൂറിസം സെന്റർ പ്ലാൻ ചെയ്തേക്കുക. അയാളുടെ മനസ്സ് നിറയെ അതാടോ. അതിനെ കണ്ടെത്തി വികസിപ്പിച്ചെടുക്കണേ. അവനാണെങ്കിൽ കേന്ദ്രമന്ത്രിമാരൊക്കെ ആയിട്ട് ഭയങ്കര പിടിപാടാ, പ്രത്യേകിച്ചും ടൂറിസം മന്ത്രിയായി. താൻ ആർക്കിയോളജി പഠിച്ചല്ലേ?
അതിന്റെ ഒരു സീരിയസ്നെസ് തനിക്ക് അറിയത്തില്ലേടോ? പിന്നെ എന്തെല്ലാം ബിസിനസ് ഉണ്ടെന്ന് അറിയോ ഇതില്? ഞങ്ങൾ മധ്യ തിരുവിതാംകൂറിൽ ഒരു സർവേ നടത്തിയപ്പോ മാവേലിക്കരയിൽ ഒരു സ്പോട്ട് കണ്ടു. അത് രാജകുടുംബത്തിന്റെ അടുത്തുള്ള സ്ഥല, അതും പുഴയോരത്ത്. ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു ആ സ്ഥലത്തെ കുറിച്ച്. ആദ്യം അത് തുടങ്ങാനാ ഞങ്ങളുടെ പദ്ധതി. അത് നല്ലതാ, നല്ല സ്ഥലവും അതൊക്കെ. കണ്ടോ കണ്ടോ, ജയയുടെ ഒരു ഇൻട്രസ്റ്റ് കണ്ടോ? അതിങ്ങനെ അങ്ങ് നിലനിർത്തിയാൽ മതിയായിരുന്നു. അല്ലെ, മാവേലിക്കരയിൽ ഏതോ ഒരു സ്ഥലം ഉണ്ടല്ലോ, അതെവിടെ എഴുതിയേട്ടാ? അവിടെയല്ലേ നമ്മുടെ രവിയുടെ തറവാട്? ആ കൊട്ടാരത്തിനടുത്ത് എവിടെയോ? അത് ഒത്തിരി പ്ലോട്ടിന് നടുവിൽ ഒരു പ്ലോട്ട് മാത്രമാണ്, പക്ഷേ വളരെ ആപ്റ്റായിട്ടുള്ളൊരു സ്ഥലമാണ്. അല്ലാൻ്റെ സുദീപ് ഇപ്പൊ ഏതായാലും ബാംഗ്ലൂരോട്ട് പോകാൻ താല്പര്യമില്ലാതെ നിൽക്കുന്ന സാഹചര്യമായത്. അവനെ കൂടി ഈ ബിസിനസ്സിൽ പങ്കാളിയാക്കുന്നതല്ലേ നല്ലത്? ഒരു 50-50 പാർട്ണർഷിപ്പ്. എന്താ ചേട്ടായി, എന്ത് പറയുന്നു? അതാണ് ഒരു കണക്കിന് നല്ലത്. പിന്നെ നിനക്ക് വേണ്ടി ഫ്ലാറ്റ്, വില്ല, സ്ഥലം, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നിന്റെ ചേട്ടൻ നിനക്ക് വേണ്ടി ചെയ്തു. അവൻ പറഞ്ഞത് അത്തരത്തിലൊരു ഷെയർ ആണെങ്കിൽ നിങ്ങൾക്കും കുറച്ച് ഉത്തരവാദിത്തങ്ങൾ കാണും. അതിന് ഇവിടെ എവിടുന്ന കാശ്? ഈ മാസം 350 രൂപ ശമ്പളം പറ്റുന്ന അങ്ങനെ ഈ കാശ് വരുന്നുണ്ടോ? കാശുണ്ടാക്കണം, അതത്ര പാടൊന്നുമല്ലല്ലോ. സുദീപിനോട് ഷെയർ വാങ്ങാൻ പറയണം. അതിലൊരു IT കമ്പനി അവര് നോക്കാലോ. അത് നല്ലതാ, എന്തെങ്കിലും ഒരു ബിസിനസ് ആവുമല്ലോ. അതൊക്കെ നിങ്ങളുടെ ഫാമിലി മാറ്റേഴ്സ്, ഞാൻ അതിലൊന്നും ഇടപെടുന്നില്ല. പക്ഷെ ചേട്ടായി പറഞ്ഞൊരു കാര്യം, അത് നല്ലതാ. ഇന്നല്ലെങ്കിൽ നാളെ ഇത് പിരിക്കണമല്ലോ. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ഉടനെ തന്നെ പറയാ? ഈ സ്വത്തൊക്കെ പിന്നെ കൈമോശം വന്നു പോകും ചെയ്യാ. ഇപ്പൊ അതൊക്കെ നേടിയെടുക്കാൻ വളരെ ഈസിയാ. അല്ല, ഈ കമ്പനികളൊക്കെ ആദ്യ അവസാനം ആർക്കാ പറ? ജയസുധയ്ക്ക് അത് ഓർത്തോളണം. മൊത്തം വീതം വെക്കാൻ പറയണം. ഒരാള് മാത്രം സ്വത്തുക്കൾ അങ്ങനെ വെച്ച് അനുഭവിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോ എല്ലാം കൂട്ടി വായിച്ചു നോക്കിയാ ഇപ്പോഴേ വീതം ചോദിച്ചു വാങ്ങുന്ന ബുദ്ധിയാ, അല്ലേ മോളെ? കണ്ടോ, ഞാനും അതേ പറഞ്ഞോളൂ. ആന്റിക്ക് ഇപ്പം കാര്യങ്ങൾ മനസ്സിലായി. ജലതേ, നീങ്ങി വന്നേ. സിറില് ചായ കുടിച്ചില്ല, ഒന്നും എടുത്ത് കഴിച്ചില്ല. ഇതൊക്കെ എടുത്ത് കഴിക്കുക, എല്ലാം ആറിപ്പോവും. ഓ സാരമില്ല. അവനെ എതിരെ കണ്ടില്ലല്ലോ സുദീപിനെ. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരാന്ന് പറഞ്ഞ് പോയതാ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, എന്തോ അത്യാവശ്യമായിട്ട് ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതാ, എന്തോ മീറ്റിംഗാ. പിന്നെ വിളിച്ചപ്പോ ഔട്ട് ഓഫ് റേഞ്ചാ. പാവം, തിരക്കായിരിക്കും. ഞാനും വിളിച്ചായിരുന്നു അവനെ. ഞാൻ വിചാരിച്ച അവനോട് എത്തിക്കാണോന്ന്. അവനെ ഞാൻ ബാങ്കിൽ വെച്ച് കണ്ടിരുന്നല്ലോ. ബാങ്കിലോ? ഇന്നോ? ആ, ഞാനിങ്ങോട്ട് വരുന്ന കാര്യം പറയാൻ ജയസുധ വിളിച്ചില്ലേ? ആ, അത് കഴിഞ്ഞ് ബാങ്കിൽ പോയപ്പോ അവനോടുണ്ടായിരുന്നു. ഏത് ബാങ്കില്? ആ, കാക്കനാട് കോപ്പറേറ്റീവ് ബാങ്കില്. അപ്പൊ ഇങ്ങോട്ട് വരുന്ന കാര്യം സിറില് പറഞ്ഞോ? അല്ല, അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ വിചാരിച്ചേ ഇവിടെ വന്നിട്ടേ. ഞാൻ എങ്കിൽ ഒന്ന് വിളിച്ചു നോക്കട്ടെ. വേണ്ട, ഇപ്പൊ വിളിക്കണ്ട, എന്തായാലും അവനിങ് എത്തുമല്ലോ. പിന്നെ ഇതൊരു നല്ല പ്രോജക്റ്റാ, വിട്ടുകളയണ്ട. ഇങ്ങോട്ട് വന്നേ, ഇവിടെ ഇരുന്നേ. എന്താ സിറിൽ? ഇവിടെ ഇരിക്കേ. എന്താ സിറിൽ? താനേ ആർക്കിയോളജി പഠിക്കാൻ തീരുമാനിച്ചപ്പോ എല്ലാരും എതിർപ്പ് പറഞ്ഞു എന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? പറഞ്ഞു. സുദീപ് ഉൾപ്പെടെ. ശരിയല്ലേ? പിന്നെ ആകെ ഒരു സപ്പോർട്ട് തന്നത് സിറില. ആ സപ്പോർട്ട് എന്നും തൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. തൻ്റെ മനസ്സാഗ്രഹിക്കുന്നിടത്ത് താൻ എത്തണമെന്നുണ്ടെങ്കിൽ തൻ്റെ കൂടെയുള്ളവർക്കും അത് തോന്നണം. സുദീപ് പാവാ, അവൻ പണ്ടേ അങ്ങനെ ഒന്നിലും ഒരു തീരുമാനം എടുക്കില്ല. പക്ഷെ തനിക്ക് എന്ത് സപ്പോർട്ടിനും ഞാനുണ്ടാവും. ഐ ആം വിത്ത് യു. താനത് നേടണം. സിറിൽ, എനിക്ക് ഈ പ്രോജക്റ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്കത് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ട്. എടോ, അത് തനിക്ക് ആപ്റ്റാടോ. തൻ്റെ ബ്യൂട്ടിക്ക് അനുസരിച്ച്, ടാലന്റ് അനുസരിച്ച് ഒരു പ്രോജക്റ്റ്. അങ്ങനൊരു പ്രോജക്റ്റാണത്. ഷുവർ. അത് ശരിയാ, അത് ഡിസൈൻ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. പക്ഷെ സുദീപേട്ടൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. എടോ, അവൻ നെഗറ്റീവായിരിക്കും. അവൻ്റെ ഒരു രീതി അതാ പൊതുവേ. അതൊക്കെ മനസ്സിൽ അല്പം റൊമാൻസ് ഉള്ളവർക്കല്ലേ അതൊക്കെ തോന്നൂ. യു ക്യാൻ, ഐ സെഡ് യു ക്യാൻ. ഞാൻ ശ്രമിക്കും. ഞാൻ എന്തായാലും ഈ കാര്യം സുദീപേട്ടനോട്ടൊന്ന് അവതരിപ്പിക്കട്ടെ. ഗുഡ്, പറയണം. പ്രോപ്പർട്ടി ഷെയർ ചെയ്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രത്യേകം പറയണം. പിന്നെ അവനെ ഒന്ന് സൂക്ഷിച്ചോണം, കൂടെ തന്നെ പിടിച്ചു നിർത്തണം. ഇനി എന്റെ സ്വപ്നം ഇതാണ് സിറിൽ, ശരിക്കും എന്റെ ഡ്രീം റിസോർട്ട്. എന്നിട്ട് വേണം നമുക്കവിടെ കീറ്റ്സിനെയും വിധോവനെയും ഷെല്ലിയൊക്കെ കുടിയിരുത്താൻ. തന്റെ മിടുക്ക് പോലിരിക്കും അവനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യും. ജയസുധേ, മോളിങ് വന്നേ.
ഇപ്പൊ വരാം സാർ. ഓക്കെ. എന്താ അമ്മേ? സബി, അവരിങ്ങ് വന്നു. ഞാൻ കരുതി നിങ്ങൾ ഇനി 2-3 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. ഞങ്ങളും അങ്ങനെ കരുതി രവിയേട്ടാ. അമ്മ പറഞ്ഞ വേണ്ടാന്ന്. ഇവിടുത്തെ കാര്യങ്ങളും കൂടെ നോക്കണ്ടേ? ഓ, അതൊന്നും കുഴപ്പമില്ലായിരുന്നു ജയസുദേ, ഞങ്ങളില്ലേ ഇവിടെ. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചായിരുന്നോ മക്കളെ? ഞങ്ങള് വരുന്ന വഴിക്ക് ഒരു റിസോർട്ടിൽ കയറി കഴിച്ചമ്മ. രവിയേട്ടാ, പിന്നെ ഞങ്ങള് ചില പുതിയ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതെന്താ എത്ര പെട്ടെന്ന്? ഇനി ഉടനെ ജപ്പാനിലേക്കോ അമേരിക്കയിലേക്കോ പറക്കാനാണോ? അതൊന്നും വേണ്ടാന്ന് തീരുമാനിച്ചു സബിയേച്ചി. അത് കൊള്ളാം. നാട്ടിൽ എന്തെങ്കിലും നോക്കിയാൽ മതി. നാട്ടിലിപ്പോ നല്ല കമ്പനികളുണ്ടല്ലോ ധാരാളം. സുദീപേട്ടൻ ഇനി ഒരു കമ്പനിയിലും ജോലിക്കാരനായിട്ടൊന്നും പോകുന്നില്ല. പുതിയ കമ്പനി തുടങ്ങാൻ തീരുമാനിച്ചു. ഓ, അത് കൊള്ളാലോ. എന്താ പുതിയ പരിപാടി? IT തന്നെയാ? ഒരു സോഫ്റ്റ്വെയർ സൊല്യൂഷൻ കമ്പനി. ഓഹോ, ആ, അതൊത്തിരി നന്നായി. നീ വന്നു കയറിയതിന്റെ നല്ല തുടക്കം അത്. ഞാൻ പേടിച്ചു പോയി. ഇവൻ ഇങ്ങനെ ഇരുന്ന് അങ്ങ് മുരടിച്ചു പോകുമെന്ന്. അല്ലെങ്കിൽ പിന്നെ ജോലി അന്വേഷിച്ച് വിദേശത്ത് പോണ്ടി വരും. ഇവിടെ ചേട്ടനും അനുജനും കുടുംബമായിട്ട് ഒന്നിച്ചു കഴിയുന്നതാ അച്ഛന്റെ ആഗ്രഹം. അങ്ങനെയും ഒരിക്കൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇനി അത് നടക്കുമോ എന്ന് ആർക്കറിയാം. ഉണ്ടായാൽ തന്നെ അത് കാണാൻ ഈയുള്ളവൻ ഉണ്ടാകുമോ എന്ന് ആർക്കറിയാം. അച്ഛൻ എന്തൊക്കെയായി പറയണേ? അച്ഛൻ ഇങ്ങനെ തന്നെ കാണും, നല്ല ആരോഗ്യത്തോടെ. അല്ലേ സബി? അതെ. ആരോഗ്യം. ഈ അച്ഛന്റെ ഒരു കാര്യം. ഇന്ന് സബിയേച്ചി. അഡ്വക്കേറ്റ് യതീന്ദ്രനാഥ്. അയാൾ മഹാകള്ളനാ, കുതന്ത്രങ്ങളുടെ രാജാവെന്നൊക്കെയാ പറയുന്നേ. പക്ഷേ ഈ കുതന്ത്രമൊക്കെ കണ്ടുപിടിച്ച ചക്രവർത്തിയെ ഞാനെന്ന് അയാൾക്ക് അറിയില്ലല്ലോ. ഒരൊറ്റ ഡിസ്കഷൻ, അതിൽ പുള്ളിക്കാരൻ വീണടി. ആ ജയസുധയുടെ അമ്മാവനല്ലേ നീ വിളിച്ചപ്പോ പറഞ്ഞ ആള്? യാ, അവളുടെ അങ്കിളാ. ഞാൻ പറയുന്ന വഴിയിലൂടെയാണ് ഇനി യതീന്ദ്രനാഥിന്റെ യാത്ര. ആ പ്രോപ്പർട്ടിയുടെ പവർ ഓഫ് അറ്റോണി വെച്ചിട്ട് പുതിയ കമ്പനിയുടെ മുന്നിൽ ഞാൻ നിർത്തുന്നത് യതീന്ദ്രനെ. ഒന്ന് പൊക്കിക്കൊടുത്താൽ മതി, പുള്ളി അങ്ങ് വളർന്നോളും. എടി, പണ്ട് വാമനന് 3 അടി കൊടുത്തില്ലേ? അതുപോലെയാ എൻ്റെ പൊന്നോ. വിഴുങ്ങാൻ മിടുക്കനാ, ബഹുമിടുക്കൻ. അയാളെ കൊണ്ട് ഞാൻ ഈ 2 വീടും അങ്ങ് വിഴുങ്ങിക്കില്ലേ? അതിൽ നിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്താ? സീറോ ഇൻവെസ്റ്റ്മെന്റ്. പക്ഷെ ഞാനാടി ലീഡർ. ഞാൻ ആ കമ്പനി സെറ്റപ്പ് ഇങ്ങനെ പറഞ്ഞ് പൊലിപ്പിച്ച് പറഞ്ഞ കോടിക്കണക്കിന് ലാഭത്തിൻ്റെ കണക്ക് പറഞ്ഞ് അമ്മയും മോളെയും കൊതിപ്പിച്ച് ഒരു വെടിക്കെട്ടിന് തീ കൊടുത്തിരിക്കുക. അതങ്ങനെ പൊട്ടും പടാന്ന്. എന്ത് ബോംബാണ് നീട്ടത്? ഷെയർ ബോംബ്. അനുജൻ ചേട്ടനോട് ഓഹരി ചോദിക്കുന്നു. കമ്പനിയിൽ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തറവാടിന്റെ ഓഹരി വിഹിതം ചോദിക്കും. അടി തുടങ്ങും രണ്ടുപേരും കൂടെ. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു നിന്നെ കൊണ്ട്? അവൻ ഷെയർ ചോദിച്ചു. പിന്നെ അവനിങ്ങനെ ഒച്ചത്തി ചോദിക്കും. എടി, അതിനുള്ള മരുന്നില്ലേ ഞാൻ കൊടുത്തു വിട്ടത് അവിടെ. ജയസുധ പറഞ്ഞാൽ അവന്റെ ഓഹരി വിറ്റ കാശ് അവൻ ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. അവസാനം ബും. എടാ, നിനക്ക് പാപം കിട്ടോട്ടോ. കിട്ടട്ടെ. ഇനി അടുത്തവന്റെ അവസ്ഥ അറിയണോ? കാലിൽ വീണവനെ. ആര്? അരുൺ തോമസോ? ആ, അവനെ ഞാൻ അമ്മച്ചി ഇറക്കി പൊളിച്ചടക്കി. ഹോസ്പിറ്റലിൽ വെച്ച് 10 മടക്കി അവൻ എൻ്റെ മുന്നിൽ വന്നു. എടാ, അവളുടെ കൊച്ചിന്റെ തന്ത ആരാന്ന് നിനക്കറിയോ? അവളുടെ വയറ്റിലെ കൊച്ചിന്റെ തന്ത ഏത് കൊച്ചിക്കാരനായാലും എനിക്ക് കോപ്പ. എടി, ഞാനാണോ അതിനെ വളർത്താൻ പോണത്? കണ്ടവന്റെ കുഞ്ഞിനെ പറ്റി വൈ ഐ ഹാവ് ടു ബോദർ?
അതെൻ്റെ ഒരു വജ്രായുധമല്ലേ, മുന്നിൽ ഇങ്ങനെ നീട്ടിപ്പിടിക്കാൻ. അതിലാടി ഇവനൊക്കെ അടങ്ങി നിൽക്കുന്നേ. വയറ് കാണിച്ച് ഞാൻ അവനെ അവളെയൊക്കെ എൻ്റെ കാൽ കീഴി കൊണ്ടുവരൂടി. എനിക്കൊരു ദിവസം വരും ഏഞ്ചലേ, രവി സാറും സബിതയും ദത്തെടുത്ത് വളർത്തുന്ന കുഞ്ഞെ സുദീപിൻ്റെ ആണെന്ന് തിരിച്ചറിയുന്നൊരു ദിവസം, അല്ലെങ്കിൽ അത് കമ്മിറ്റ് ചെയ്യേണ്ടി വരുന്നൊരു ദിവസം ഉണ്ടല്ലോ, അന്ന് ഈ സുദീപ് വിഷയം എൻ്റെ കാല് പിടിക്കും. അന്ന് ഞാൻ തീരുമാനിക്കും അവള് വേണോ അതോ അവൻ വേണോ എന്ന്. എപ്പടി? സമ്മതിച്ചടാ മോനെ, നീ ആള് പുലിയാണ്. എന്താ സുദീപേട്ട, ആകെ ഒരു ടെൻഷൻ പോലെ? തലവേദനയുണ്ടോ? സുദീപേട്ടന്റെ മനസ്സിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ എന്നോട് തുറന്നു പറഞ്ഞൂടെ? എന്നോടല്ലാതെ ഇനി ആരോടെ ഇതൊക്കെ പറയുന്നത്? ഇന്നലെ വരെ ഒറ്റയ്ക്ക് നടന്ന പോലെ അല്ല, ഇനി ഷെയർ ചെയ്യാൻ ഒരാൾ കൂടെ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കണം കേട്ടോ. ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല, യാതൊരു ടെൻഷനും ഇല്ല. സുദീപേട്ടന്റെ മുഖം കാണുമ്പോ തന്നെ അറിയാം എന്തോ ടെൻഷൻ ഉണ്ടെന്ന്. കാണും, ഇപ്പൊ ആകെ ഒരു ആശയക്കുഴപ്പത്തിലാ സുദീപേട്ടൻ, അല്ലേ? അതെന്താ അങ്ങനെ തോന്നി? അല്ല, ബാംഗ്ലൂർ വിട്ടിട്ട് ഇത്രയും നാളായിട്ടൊരു പ്രോപ്പർ പ്ലേസ്മെന്റ് ഒന്നും ആയില്ലല്ലോ. ഞാൻ കമ്പനിയൊന്നും വിട്ടില്ലല്ലോ, പ്രോജക്റ്റ് വർക്ക് നടക്കുക. അപ്പൊ തിരിച്ച് ബാംഗ്ലൂർ പോകാനാണോ ഇനി പരിപാടി? അതൊന്നും തീരുമാനിച്ചില്ല. ഇനി അതൊന്നും തീരുമാനിക്കണ്ട സുദീപേട്ട. അപ്പൊ അതൊക്കെ ആലോചിച്ച ഈ ടെൻഷൻ അടിച്ചിരിക്കുന്നത്. ഇനി എന്തിനാ അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചൊരു ടെൻഷൻ? അതിനൊക്കെ ഉള്ള സൊല്യൂഷൻ ആയല്ലോ. എന്തിനാ വെറുതെ കണ്ട നാട്ടിലൊക്കെ പോയി ഇനി അലയുന്നത്? സുദീപേട്ട, സുദീപേട്ടന് എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടോ? എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, പിന്നെന്തിനാ ഇന്ന് ബാങ്കിൽ പോയത്? എന്തുണ്ടെങ്കിലും എന്നോട് ചോദിച്ചാ പോരെ? അത് പിന്നെ എൻ്റെ ശരിക്കും സുദീപേട്ടൻ ഇന്ന് ആരെ കാണാനാ പോയത്? എൻ്റെ ഫ്രണ്ടിനെ. ഞാൻ പറഞ്ഞില്ലേ രാവിലെ? പറഞ്ഞു, പക്ഷെ ബാങ്കിൽ പോകുന്ന കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഒരാവശ്യം വന്നു, കുറച്ച് ട്രാൻസാക്ഷൻസ്. സിറില പറഞ്ഞ് സുദീപേട്ടനെ ബാങ്കിൽ വെച്ച് കണ്ടുന്ന്. എനിക്കെല്ലാം തുറന്നു പറയുന്ന സുദീപേട്ടനെ ഇഷ്ടം. നമുക്കിടയിൽ ഒന്നിനും ഒരു മറ വേണ്ട. എന്തും എന്നോട് ഷെയർ ചെയ്യാൻ സുദീപേട്ടന് പറ്റണം. എനിക്കതാ ഇഷ്ടം. വേറൊരാൾ പറഞ്ഞ കാര്യങ്ങൾ അറിയുമ്പോൾ എനിക്ക് ശരിക്കും സങ്കടം തോന്നും. ജയ, ഞാൻ നിന്നെ... ശരിയായിരിക്കും സുദീപേട്ട. എന്തെങ്കിലും കാര്യമില്ലാതെ ബാങ്കിൽ പോയില്ലെന്ന് എനിക്കറിയാം. അല്ലാതെ ടൈം പാസിന് ആരും ബാങ്കിൽ പോയില്ലല്ലോ. പക്ഷെ കുറെ കാശും പിൻവലിച്ചല്ലേ, അത് ഞാൻ അറിഞ്ഞു. അല്ലാതെ പ്രോജക്റ്റിന് വന്ന ക്യാഷ് ആയിരുന്നു. ഓ, ഞാനാ മറന്നത്. ആ ഡിസൈനർക്ക് US തിരിച്ചു പോണല്ലേ? അവന്റെ പേയ്മെന്റ് സെറ്റിൽ ചെയ്യാനുണ്ടായിരുന്നു, അതങ്ങ് ചെയ്തു. അല്ലെങ്കിൽ പിന്നെ അതൊരു മെനക്കേടായി പോവില്ലേ? സുദീപേട്ടന്റെ അക്കൗണ്ട് ഏത് ബാങ്കിലാ? കാക്കനാട് കോർപ്പറേഷൻ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടല്ലേ? പക്ഷെ അതെന്ത് ദൂരെയാ? വേറെ എവിടേക്കാ ഉള്ളേ? ഫെഡറൽ ബാങ്ക്, SBT, SBI. ഒരു കാര്യം ചെയ്യാം, എല്ലായിടത്തും നമുക്കങ്ങ് ജോയിന്റ് അക്കൗണ്ട് ആക്കാം. തിങ്കളാഴ്ച തന്നെ നമുക്ക് ബാങ്കിന്റെ കാര്യങ്ങൾക്കായിട്ട് പോവാം. പിന്നെ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ടേ ഭയങ്കര തിരക്കായിരിക്കും, ഒന്നിനും ഒരു ടൈമും കിട്ടില്ല. കിടക്കാൻ നോക്കാം. അപ്പോ ഇനി ജോലിക്ക് വേണ്ടി പുറത്തൊന്നും പോകുന്നില്ലെന്ന് നമ്മളങ്ങ് തീരുമാനിച്ചു. എന്നിട്ടോ? നമ്മുടെ മുന്നിൽ നമുക്ക് സ്വീകരിക്കാൻ വേണ്ടിട്ട് എത്ര നല്ല പദ്ധതികളാ കിടക്കുന്നത് സുദീപേട്ടാ. ജയസുധ, നീയും നിന്റെ അമ്മാവനും പറഞ്ഞ ഒരു കാര്യവും എന്റെ തലയിൽ കയറിയിട്ടില്ല. നീ ഒന്നുകൂടി പറ. കുന്തം, അതിന് മനസ്സ് എവിടെയെങ്കിലും വേണ്ടേ? വേറെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നീ പറ, എന്തോ IT കമ്പനിയോ റിസോർട്ടോ എന്തൊക്കെ കേട്ടു, ഒന്നുകൂടി ബ്രീഫ് ചെയ്യ്. അയ്യോ, ഒന്നുമില്ല, വളരെ സിമ്പിളാ. നമ്മളൊരു ബിസിനസ് ഗ്രൂപ്പ് ആവുന്നു, എന്റെ ചേട്ടന്റെ ഒപ്പം. അതെങ്ങനെയെന്ന് പറ. ബിസിനസ് എന്ന് പറയുമ്പോൾ അതിൻ്റെതായ റിസ്കുകളൊക്കെ ഉണ്ട്. ഉണ്ടല്ലോ, എല്ലാത്തിനും അതിൻ്റെതായ റിസ്ക് ഉണ്ട്. നീ കാര്യങ്ങളൊന്ന് തെളിച്ചു പറ. സിറിലും യതിയെങ്കിലും പറഞ്ഞ പ്രോജക്റ്റ് ഉണ്ടല്ലോ, നല്ല പ്രോജക്റ്റാ. എനിക്കത് ശരിക്കും പ്രാക്ടിക്കലായിട്ട് തന്നെയാ തോന്നിയത്.
സുദീപേട്ടന്റെ ഫീൽഡായ IT സൊല്യൂഷൻ കമ്പനി, എന്റെ ഇഷ്ടപ്പെട്ട വിഷയവുമായുള്ള ഒരു റിസോർട്ട്, പിന്നെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി. ഇതൊക്കെ ആരുടെ ഐഡിയ? നിന്റെ ചേട്ടന്റെയോ? ഇതവരുടെ 3 പേരുടെയും കൂടെ പ്ലാനാ. ആരെ ഈ 3 പേര്? യതി അങ്കിള്, പ്രവീണേട്ടൻ, പിന്നെ നമ്മുടെ സിറിൽ. ഇത്രയും നല്ലൊരു പ്രപ്പോസൽ കേട്ടിട്ടെ സുദീപേട്ടൻ ഒരു അഭിപ്രായം പോലും പറഞ്ഞില്ല ഇതുവരെ. ഞാൻ എന്ത് പറയാൻ? ഞാൻ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ കരുതിയതാ. ആഹാ, എന്നിട്ട് ഇതുവരെ എന്നോട് പോലും പറഞ്ഞിട്ടില്ലല്ലോ. എങ്ങനെയാ, മനസ്സ് വേറെ എവിടെയോ അല്ലേ? ഒന്നും തുറന്ന് പറയേയില്ല. അതൊക്കെ സമയം വരുമ്പോ ആലോചിക്കാന്ന് കരുതിയിട്ടാ. ഇതാണ് അതിന്റെ സമയം എന്നാ ഞാൻ പറഞ്ഞേ. ഇതിപ്പോ സുദീപേട്ടനെ തേടി വന്നതല്ലേ, അല്ലാതെ നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ച് ചെന്നൊന്നും അല്ലല്ലോ. പക്ഷെ ഇതിന്റെ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റോ, അത് എത്രയാവെന്നറിയോ? അതിനല്ലേ അവര് പറഞ്ഞത്, ഇതിന്റെ മൊത്തം ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അത് നമ്മുടെ കമ്പനി ആവില്ലല്ലോ. അവിടെ നമ്മൾ ജോലിക്കാരാ, ഒരു പക്ഷെ കുറച്ച് ഉയർന്ന ജോലിക്കാർ, MDയുടെ ബ്രദറിലോ എന്ന സ്ഥാനം, അതൊക്കെയല്ലേ ഉണ്ടാവൂ. എന്റെ പൊന്നു സുദീപേട്ട, എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? നമ്മുടെ കമ്പനിയാണെന്നങ്ങ് വിചാരിച്ചാ പോരെ. സത്യം പറഞ്ഞ സുദീപേട്ടനെ കരുതിയ IT കമ്പനി തുടങ്ങുന്നെന്ന് യതിയങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞു. എനിക്കതൊന്നും അത്ര സക്സസ് ആവും തോന്നുന്നില്ല. ഇതൊക്കെ നിസ്സാര കാര്യങ്ങളാ. ജയ, നീ എന്താ ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാത്തത്? നീ ഒന്ന് ആലോചിക്കുക, എത്ര കോടി ഇതിന് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നിനക്കറിയോ? ഇതൊക്കെ എവിടെന്നാ? ഫിനാൻഷ്യൽ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് സുദീപേട്ടൻ എന്നെ നിരുത്സാഹപ്പെടുത്താനൊന്നും നോക്കണ്ട. ജയ, പണത്തിന് പണം തന്നെ വേണം. ഒരു IT കമ്പനി നടത്താൻ മിനിമം 4 to 5 crores വേണം. അതിന് എസ്റ്റാബ്ലിഷ്മെന്റ്, അതിന്റെ സ്റ്റാഫ്, സോഫ്റ്റ്വെയർ എല്ലാം കൂടി ചേർത്ത്. പിന്നെ റിസോർട്ട്, അതൊരു റെഡി ഇൻവെസ്റ്റ്മെന്റാ. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടത് കൺസ്ട്രക്ഷൻ കമ്പനിക്കാ. എന്റെ പൊന്നു സുദീപേട്ട, ഇതൊന്നും അറിയാത്ത ആൾക്കാരല്ലല്ലോ ഇതിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. യതിയങ്ങൾ പറഞ്ഞതേ നല്ല ബുദ്ധിയാ. നമുക്കതിൽ ഈക്വൽ ഷെയർ ചെയ്യാം. പിന്നെ നമ്മുടെ തന്നെയല്ലേ കമ്പനി. ജോലിക്കാരാണെന്ന് നമുക്കും ഫീൽ ചെയ്യില്ല. അതുപോരെ.